ഞങ്ങൾ ഒരുമിച്ച് കണ്ടതാണ്. എൻ്റെ സഹോദരൻ്റെ കല്യാണത്തിന് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോഴും കണ്ടപ്പോഴും ഭയങ്കര സ്നേഹത്തോടെയൊക്കെ പെരുമാറിയാണ്. പിന്നെ പുള്ളിക്കാരി എന്തിനെ ആസ്പദമാക്കിയാണ് ആ ഒരു ഇത് സംഭവം കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും കൃത്യമായി എനിക്കറിയില്ല. അപ്പം കേരളത്തിലുള്ള മൊത്തം കമ്മ്യൂണിറ്റിയും ബാധിക്കുന്ന ഒരു സംഭവമാണ്. അമയ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല അങ്ങനെ ഒരു ഇൻസിഡന്റിലൂടെ വന്ന ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനകത്തുള്ള മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇക്കാലത്താണ് ഇങ്ങനെ ഒരു സംഭവം. എന്നാൽ പോലും സെക്ഷുവാലിറ്റി ഇതൊക്കെ ജെൻഡർ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എന്ന് പറഞ്ഞു. ഹായ് ഗൈസ്, റീസെൻ്റ്ലി ഞാൻ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കായിരുന്നു ട്രാൻസ്ജെൻഡറിൻ്റെ വിഷയം. അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. സീമ വിനീത് ആളുടെ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി ഞാൻ ഓൾറെഡി സംസാരിച്ചിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു കണ്ടിട്ടുണ്ടാവും, അറിയില്ല കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ കോൺട്രവേഴ്സി വന്ന സമയത്ത് എല്ലാവരും മെൻഷൻ ചെയ്ത ഒരാളുണ്ടായിരുന്നു, അമയ പ്രസാദ്. അമയ പ്രസാദിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സീമ വിനീത് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടേ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ സത്യമുണ്ടോ സത്യമില്ലേ എന്ന് എനിക്കറിയില്ല. കാരണം സീമ വിനീത് ഇതിൻ്റെ താഴെ വന്ന് ഞാൻ ഉദ്ദേശിച്ചത് അമയ പ്രസാദിനെയാണെന്ന് പറയാത്തിടത്തോളം കാലം നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീൻ്റെ ഇടയിലുള്ള ആൾക്കാർക്ക് ഇതൊരു ഈഗോ ഇഷ്യൂ ആണ് എന്നറിയുന്ന ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞത്. അപ്പോൾ ഇതിൽ സത്യമുണ്ടോ സത്യമല്ലേ എന്ന് എനിക്കറിയില്ല. ഇന്നലെ അമയ പ്രസാദിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ വന്ന സമയത്ത് ഞാൻ അതിൽ നോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തിങ്, സീമ വിനീതും അമയ പ്രസാദും നല്ല സൗഹൃദത്തിലായിരുന്നു എന്നുള്ള കാര്യം പറയാം. അതിന് ശേഷമാണ് ഈ സൗഹൃദം പോയത് എന്ന് പറഞ്ഞു. ഇതേ കാര്യമാണ് പണ്ട് എയിൻ ഹണി റോസ് ആളുടെ ചാനലിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ആളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞത്. ആൾ ആദ്യം കമ്പനിയാവും പിന്നെ ഒരു ഇഷ്യൂ വരുമെന്ന്. അപ്പം അത് തന്നെ ഇവിടെ പറയുന്നത്. എന്താ പ്രത്യക്ഷപരമായിട്ടുള്ള ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ നല്ല കമ്പനിയിലൊക്കെയാണ്, പക്ഷേ ഇപ്പോൾ വലിയൊരു ടച്ചിലല്ല എന്ന രീതിയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്റർവ്യൂവിലെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ നോക്കാം. അയ്യോ, ജേണിയൊക്കെ വലിയ ജേണിയാണ്. ജേണിയെ കുറിച്ചൊക്കെ വലിയ പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ ഓരോരോ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ ഇപ്പോൾ ഓരോരുത്തർ സംസാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമയ പ്രസാദ് എന്ന് പറയുമ്പോൾ പ്രസാദിന് ഒരു ലൈഫ് ഉണ്ടായിരുന്നു. ആ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ എല്ലാ സോഷ്യൽ മീഡിയയിലെ എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വലിയ ചാനലിലാ ചെറിയ ചാനലിലെ എല്ലാ ചാനലുകളിലും പറഞ്ഞു. എത്രയോ 10-30. അപ്പം സീമ വിനീതിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്രാൻസ്ജെൻഡർ ആണ് അമയ പ്രസാദ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ട്രാൻസ് വുമൺ ആണ്. പ്രസാദ് എന്ന് പറയുന്ന പുരുഷനിൽ നിന്ന് അമയ എന്ന് പറയുന്ന സ്ത്രീയിലോട്ട് മാറിയ ഒരാളാണ്. ആളിൻ്റെ ഇൻ്റർവ്യൂസ്, ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, ആളുടെ എല്ലാ കാര്യങ്ങളും പച്ചയായി പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കറിയില്ല എത്രത്തോളം ട്രാൻസ്ജെൻഡേഴ്സ് വളരെ ജെനുവിനായിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രസാദായിരുന്നു, ഇതിനു മുമ്പ് വിവാഹം കഴിച്ചിരുന്നു, ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ ആൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു അസുഖം വന്ന് ആ ഭാര്യ മരിച്ച സമയത്താണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തുകൊണ്ട് പുറത്തോട്ട് വന്നത് എന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പം മേ ബി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് ഇവരുടെ ഇടയിൽ എന്തെങ്കിലും ഈഗോ ക്ലാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കരുതാം ഇവരെയാണ് ഉദ്ദേശിച്ചത്. അതിലിപ്പം അത് പറയുന്ന ആൾക്കാരെയൊന്നും നമുക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റില്ല. കാരണം ലൈവായിട്ട് എല്ലാ മീഡിയയിലും വന്ന് ഞാൻ ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരാളെ കളിയാക്കി പറയുന്ന പ്രസ്താവന പോലെ തന്നെ തോന്നാം. ഇതിനു മുമ്പ് ഒരു വിവാഹം ചെയ്തിരുന്നു? തീർച്ചയായിട്ടും. അതാണിപ്പോ ഒരു നടക്കുന്ന വിഷയങ്ങളൊന്നും. ഇപ്പം ഒരു പോളിസി, നമ്മളിപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ അറിയുന്നതിന് മുന്നേ എനിക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പോലും അറിയില്ല. ഉള്ളത് അത് സത്യം, അതാണ് സത്യം. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ആ കമ്മ്യൂണിറ്റി എന്താണെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം എങ്ങനെയാവുമ്പോൾ മാരേജ് കഴിഞ്ഞു, അപ്പം അത് കഴിഞ്ഞു, അതിനെല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ആള് മരണപ്പെട്ടതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ ജെൻഡർ തിരിച്ചറിഞ്ഞ് ഞാൻ ജീവിക്കുന്നു. അപ്പം അതിനെ ചോദ്യം ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്തും ഞാൻ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്, അല്ലെങ്കിൽ സീമ വിനീത് എന്ന് പറയുന്ന ട്രാൻസ് വുമൺ പറഞ്ഞ ഡയലോഗ്, അല്ലെങ്കിൽ ആളുടെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഷെയർ ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ വളരെ വ്യക്തമായി ക്രോസ് ചെയ്യാനുള്ളതിൻ്റെ ഒരു റീസൺ ഇത് മാത്രം. ട്രാൻസ്ജെൻഡർ അല്ലെ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ഇൻ്റർസെക്സ്, ക്യൂർ എന്നീ പറയുന്ന ഈ ജെൻഡറിൻ്റെ ഒരു വലിയ ലിസ്റ്റ് ഓഫ് സംഭവങ്ങളില്ലേ, അതൊക്കെ ഈ കുറച്ച് കൊല്ലങ്ങളായിട്ടാണ് ഈ സമൂഹത്തിലോട്ട് ഭയങ്കര ഇറങ്ങിയൊക്കെ വന്ന് നാലാൾ അറിഞ്ഞത്. അല്ല, ഇവർക്ക് ഇങ്ങനെ ഒരു ഒയാസിസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊരു ഹോസ്റ്റൽ ഉണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ.
പണ്ട് കാലങ്ങളിൽ ഇതെന്താന്ന് പോലും അറിയാണ്ട് അല്ലെ ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത സമയത്ത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. ഇപ്പം അമയ പ്രസാദ് അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ പണ്ട് എനിക്ക് ട്രാൻസ്ജെൻഡർ എന്താ, കമ്മ്യൂണിറ്റി എന്താന്ന് കൂടി അറിയില്ല. ആ സമയം എനിക്കൊരു സ്ത്രൈന അല്ലെ ലേഡീസ് സ്വഭാവം തോന്നുന്ന സമയത്ത് എനിക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എവിടെയാണ് പോകണ്ടേ, ഞാൻ ആരോടെ സംസാരിക്കുക, ഞാൻ എന്താ ഇതിലൊരു മാറ്റം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അറിയാണ്ട് നിന്നൊരു സമയത്ത് എനിക്ക് പറ്റിപ്പോയൊരു സാധനമാണ് വിവാഹം എന്ന് കരുതി ഞാൻ കല്യാണം കഴിച്ച് ആ പെണ്ണിനെ ഒഴിവാക്കാനൊന്നും നിന്നില്ല. മരണത്തിന് ശേഷം എനിക്ക് മനസ്സിലായി ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, എനിക്ക് അതായിരുന്നു പ്രശ്നം എന്ന് കരുതി കം ഔട്ട് ചെയ്തു വന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് നാളെ തൊട്ട് സാരി കൊടുത്ത് സ്ത്രീയായി നടക്കാൻ പറ്റുമോ? ഈ വീഡിയോ കാണുന്ന ആളോട് ചോദിക്കുക. അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ലേഡീസിനോട് എനിക്ക് ചോദിക്കുക, നിങ്ങളൊരു ലേഡിയാണ്, നിങ്ങൾ നാളെ മുതൽ ജീൻസും ടോപ്പ് ഇട്ടിട്ട് ആളുകൾ ചെയ്യുന്ന പോലെ നടക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ട്, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അല്ലാണ്ട് വെറുതെ ഒരു ദിവസം സാരി കൊടുത്തിട്ടൊന്നും ആരും വരൂല. കഴിഞ്ഞിട്ട് അതങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് വീണ്ടും അവരൊരു വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു ആരോപണമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും ഇല്ല, ഇതൊക്കെ ചുമ്മാ, അതൊക്കെ വെറുതെ പറയുന്നത്. അത് ഞാൻ എന്ന വ്യക്തി ജീവിച്ചത്, അത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ ആരാ പറഞ്ഞത്? അങ്ങനെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു എന്ന് ആരാ പറഞ്ഞത്? ലൈവിലും കാര്യങ്ങളിലും എല്ലാം കണ്ടതാണ്. സീമ വിനീതാണ് പറഞ്ഞിരിക്കുന്നത്. സീമ ചേച്ചി പറയുന്നത് രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് സീമ ചേച്ചി പറയുന്നുവെങ്കിൽ സീമ ചേച്ചി ആ രണ്ടാമത് വിവാഹം കഴിച്ചത് എവിടെ തെളിയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. എവിടെ ആരെയാ വിവാഹം കഴിച്ചത്? അതൊന്ന് പറയട്ടെ. ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു, ഒരു വിവാഹം കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നു ഒരു വിവാഹം കൂടി കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് ഒരാളെ ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളൂ. ആ ആള് ഡെങ്കിപ്പനി വന്ന് മരണപ്പെട്ടു പോയി. ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും എന്ന് എനിക്കറിയില്ല. ഈ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ആദ്യത്തെ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ഈ ഒരു കോൺട്രവേഴ്സി നടന്ന സമയത്ത് ആദ്യത്തെ ഒരു ടൈമിൽ സീമ വിനീത് പറഞ്ഞത്, ഈ ആദ്യത്തെ ഒരു ടൈം സ്വന്തം ഐഡൻറ്റിറ്റി മനസ്സിലാക്കി കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാർ ശരിക്കും ട്രാൻസ്ജെൻഡർ അല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് മനസ്സിലായത്, പഴയകാല ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും എത്രയോ ആൾക്കാർ വീടും സമൂഹവും പേടിച്ചിട്ട് സ്വന്തം ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് വന്ന സമയത്ത് സീമ വിനീത് എന്ന് പറയുന്ന ട്രാൻസ് വുമൺ ഒന്നും കൂടെ മാറ്റിപ്പിടിച്ചു. ഒന്നിലധികം വിവാഹം കഴിച്ച ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂവർ വിളിച്ചത്. അപ്പോൾ ഈ അമയ പ്രസാദ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചതും ഇത്രയും ചോദ്യം ചോദിച്ചത് ഈ കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കാര്യം സീമ വിനീത് എന്ന് പറഞ്ഞ ട്രാൻസ് വുമൺ പറഞ്ഞത് ഇവരെയാന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എന്ന് പറഞ്ഞ് ഒരാളെ നശിപ്പിച്ചിട്ടോ ഒരാളുടെ ലൈഫിനെ തൊലച്ചിട്ടോ മറ്റൊരാളിലേക്ക് പോകുന്നതിനോട് എനിക്ക് വിയോജിപ്പ് തന്നെയാണ്. പക്ഷേ എന്റെ ലൈഫിൽ ഉണ്ടായ ഇൻസിഡന്റുകളൊക്കെ ഞാൻ കൃത്യമായി എല്ലായിടത്തും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അതെല്ലാം കൃത്യമായി അത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടാണ് അമ്മയായിട്ട് ഞാൻ ജീവിക്കുന്നത്. എന്നിട്ട് ഞാൻ ആർക്കും ബുദ്ധിമുട്ടിക്കാനോ ആരെയും വേദനിപ്പിക്കാനോ പോകുന്നില്ല. ഞാൻ എൻ്റെ സ്വത്വത്തിൽ ജീവിക്കുന്നു, നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ മകളെ ചേർത്ത് പിടിക്കണമെന്നൊരു സമയം വരുമ്പോൾ ഞാൻ എൻ്റെ മകളെ ചേർത്ത് പിടിക്കും. ഇപ്പോഴും അതിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നിയമപരമായിട്ട് അത് കറക്റ്റായിട്ട് തന്നെ പോകുന്നത്. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞത്, അവർക്ക് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ മൊത്തത്തിൽ കമ്മ്യൂണിറ്റിയെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ സംസാരിച്ചതിനോട് എനിക്ക് ഇതിൽ ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഈ ലോകത്ത് ഒരു വ്യക്തിക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അയാളുടെ ഇഷ്ടമാണ്. അയാളുടെ ഇഷ്ടത്തിന് അങ്ങ് ജീവിച്ചോട്ടെ, നമ്മളിൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്തിടത്തോളം കാലം. മേ ബി ഇപ്പോൾ ഈ അമയ പ്രസാദിനോ ആളുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ആൾക്കിൻ്റെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കോ കുടുംബക്കാർക്കോ ഒന്നുമില്ലാത്ത പ്രശ്നമാണ് ബാക്കിയുള്ള ആൾക്കാർക്ക്. ഞാനതാ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ഒരു സാധനത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞും കണ്ടും സംസാരിക്കണം. കാരണം ഈവൻ ഞാൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെ പറ്റി വലുതായിട്ട് അറിയുന്ന ആളോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഗവേഷണം ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല. എനിക്ക് ആകെ 1 മാസത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. അതും ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പണിക്ക് കയറിയിട്ട് 3 കൊല്ലമായി, PG കഴിഞ്ഞിട്ട് 2 കൊല്ലം, 5 കൊല്ലം മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസും അത് 1 മാസം ഇവരോട് ഡീല് ചെയ്തതിൽ അല്ലെങ്കിൽ ഇവരുടെ കൂടെ പാർട്ടായി വർക്ക് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണിത്. എത്രയോ ആൾക്കാർ കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്ക് തന്നെ ഇത് അറിയില്ല. ആളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല.
സീമ വിനീത് എന്ന് പറയുന്ന ട്രാൻസ് വുമണിനെ എനിക്കിഷ്ടമാണ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലിസ്റ്റിലുള്ള ഒരാൾ തന്നെയാണ് സീമ വിനീത്. കാരണം എനിക്ക് അറിയാത്ത ആൾക്കാരെ പറ്റി ഞാൻ വന്നധികം സംസാരിക്കില്ല. എനിക്ക് അറിയുന്ന ആളെ പറ്റി മാത്രമേ ഞാൻ പറയുള്ളൂ. ആളുടെ മേക്കപ്പ്, ആളുടെ വീഡിയോസ്, ആളുടെ ഫിയാൻസി, ആളുടെ വെഡ്ഡിങ് മാരേജ്, ആളുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് വീഡിയോ, ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയല്ല. ആളുടെ ഫുഡ് സെർവ് ചെയ്യുന്നത്, ആളുടെ കുക്കിംഗ്, ആളുടെ മീൻ കറി, ആളുടെ കൂർക്ക കറി ഒക്കെ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്ന ആളാണ് ഞാൻ. ഇത്രയും അറിവുള്ള, ഇത്രയും ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു എന്നുള്ളത് ഐ സ്റ്റിൽ ഡോണ്ട് നോ. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇഫ് ഐ നോ സീമ വിനീത്, അല്ലെങ്കിൽ എനിക്ക് ആളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ആസ്ക് ഹർ വിത്ത് റെസ്പെക്ട്, ബഹുമാനത്തോടു കൂടി ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഒരു പുറമെ നിൽക്കുന്ന ഒരു ഔട്ട്സൈഡർ എന്ന നിലയിൽ നമുക്ക് വരെ ഇത് അറിയുമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോ വ്യക്തികളുടെ വീടും സാഹചര്യവും ജീവിതവും അനുസരിച്ച് പല സിറ്റുവേഷനിൽ അവർ ഒതുങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷേ അറിയില്ല, മേ ബി അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവാം. ഒരാൾക്കും റൈറ്റ് ഇല്ല, ഒരാൾക്കും റൈറ്റ് ഇല്ല. ഇതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അത് നമുക്ക് സീമ വിനീതിനെതിരെ എന്നുള്ളതിനല്ല, ആരായിരുന്നാലും എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് എന്നെ ആവശ്യമില്ലാതെ എന്നെ സൈബർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജ് ഇടങ്ങളിൽ എന്നെ വലിച്ചഴിച്ചതിന് എഗൻസ്റ്റ് ആയിട്ട് ഞാൻ ആരായിരുന്നാലും നിയമപരമായി തന്നെ പോകും. കാരണം ഞാൻ ആർക്കും ഒരു പ്രശ്നത്തിന് ഞാൻ പോകുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ എൻ്റെ രീതി ജീവിക്കുക. ഞാൻ അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടില്ല. ഒരു വ്യക്തിയുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെതായ രീതി ജീവിക്കുക. അപ്പോൾ അതിനിടയിൽ ഓരോ കമന്റിന്റെയും താഴെ വന്നിട്ട് ഇന്ന ആൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് എന്നെ അവിടെ തീർച്ചയായിട്ടും ഹറാസ് ചെയ്യുന്ന രീതിയിൽ വന്നപ്പോൾ എനിക്ക് വേദന ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. ആള് ലീഗലി കേസും കാര്യങ്ങളൊക്കെ ഇതിന് മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ആൾ ഒരുപാട് സ്ഥലത്ത് കുറ്റപ്പെടുത്തലും കളിയാക്കലും പരിഹാസവും പുച്ഛവും ഒക്കെ നേടിയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആളുടെ ജെൻഡറിനെ പറ്റിയായിരിക്കും ആൾക്ക് ചോദ്യം വന്നിട്ടുണ്ടാവുക. ഈവൻ നിങ്ങൾ കാണുമ്പോൾ ഒരു മാസീവ് അറ്റാക്ക് ഇല്ലെങ്കിലും എത്രത്തോളം മെസ്സേജ് വന്നു, എത്രത്തോളം DM വന്നു, നീ ശരിക്കും ഒരു ട്രാൻസ്ജെൻഡർ ആണോ, നീ അഭിനയിക്കല്ലേ, പലതും പറയും. ജനങ്ങളല്ലേ, ചീത്ത വിളിക്കാനോ തെറി വിളിക്കാനോ കമൻ്റ് അടിക്കാനോ കിട്ടുന്ന ചാൻസ് അവരെന്തായാലും യൂസ് ചെയ്യും, കൈ അടിച്ചില്ലെങ്കിലും. അപ്പോൾ അത് ആൾക്ക് വിഷമമുണ്ടായി, ആൾ കേസ് കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ആളുടെ ഇഷ്ടമാണ്, കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത്. ഇറ്റ്സ് അപ് ടു യു. അങ്ങനെ ഒരു വിഷമം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ. അപ്പൊ അത് നമ്മൾ തുറന്നു പറഞ്ഞു. അപ്പൊ അതിനൊരു ലൈഫ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന വ്യക്തികളൊക്കെ അതിന്റെയൊക്കെ ജീവിതം നശിപ്പിക്കുക എന്നല്ലേ പറയുക? എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്. അപ്പം ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ പോവാറില്ല. അപ്പൊ നമ്മളെല്ലാവരും അതനുസരിച്ച് മാത്രം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒറ്റയ്ക്ക് ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും നമ്മളെ കമ്മ്യൂണിറ്റി ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ മെന്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. എന്തിനാ എന്നെ എങ്ങോട്ട് വേട്ടയാടുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ ജീവിച്ചു പോയത്. വെറുതെ ഇനി ഇത് കരയുന്നതിനെ ആരും ഇനി അതിനെടുത്തിട്ട് ഇപ്പൊ അലക്കാൻ വേണ്ടി നിൽക്കും കുറെ ആൾക്കാർ. അല്ല, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ വിഷമമായിട്ട് വന്നത്. കാരണം ഇത്രയും വിഷമം ഇപ്പൊ പറഞ്ഞു, 3 ദിവസം ഭയങ്കര ഡിപ്രഷനിലായിരുന്നു ഞാൻ ഇരുന്നേന്ന് പറഞ്ഞു. അത് കാണാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ചുമ്മാ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആരോപണം പറയുമോ, അങ്ങനെ പറഞ്ഞിട്ട് അവർക്കങ്ങ് പോവാം. അതിന്റെ ബാക്കിയുള്ളത് അനുഭവിക്കുന്ന അമയ എന്ന് പറഞ്ഞ ഒരാളാണ്. തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ കമ്മ്യൂണിറ്റി കുറെ ആൾക്കാർ അവർ സപ്പോർട്ട് ചെയ്യുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കണെന്ന് വേണമെങ്കിൽ പറയാം. സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ വായിൽ നിന്ന് വന്ന ഒരു ഇമോഷൻ എന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. കാരണം ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഇന്നത്തെ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ വലിയൊരു ടാസ്ക്കാണ്. ഈ ലോകത്തുള്ള ആൾക്കാർ ഇവരെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇവരൊരു തോളോട് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത്. ഈവൻ ഹെയ്ദി സാദിയ എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമണ് ജെൻഡർ സ്റ്റഡീസ് പഠിക്കാൻ പോയ കോളേജിൽ ആൾ നേരിട്ടുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ആൾ തന്നെ വന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് ജെൻഡർ സ്റ്റഡീസ് പഠിക്കാൻ പോയ സ്ഥലത്ത്. അപ്പോൾ അതാണ് ഇന്നത്തെ കമ്മ്യൂണിറ്റി. അപ്പോൾ എത്രയ്ക്കോ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയി തിരിച്ച് പുറത്ത് വന്ന് സ്വന്തം ജീവിതം കെട്ടിപ്പടുത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരു കോൺട്രവേഴ്സിയിൽ അയാൾ പെട്ടുപോയി. അയാൾ കെട്ടിപ്പടുത്ത് എടുത്ത ആ സാധനം ഒരു ദിവസം കൊണ്ട് ഒരാൾ തകർക്കുമ്പം അത് അയാൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ കാര്യം സംസാരിക്കുമ്പം നോക്കിയും കണ്ടും ആലോചിച്ച് ഉറപ്പ് വരുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രം സംസാരിക്കുക. നമുക്കതൊരു വേർഡാണെങ്കിലും മറ്റേ വ്യക്തിയെ സംബന്ധിച്ച് അത് അയാൾക്ക് അയാളുടെ ജീവിതമാണ്, ഒരു തിരിച്ചറിവ് ഉണ്ടാവണം.
സോ ഇത്രയേ പറയാനുള്ളൂ. അമേയ പ്രസാദിന് കിട്ടേണ്ട നീതി ആൾക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാലും നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിങ്ങളുടെ കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്. സോ ബി സ്ട്രോങ് ഇനഫ്. ഇനിയും ആക്ടിങ് ഫീൽഡും എല്ലാ കാര്യത്തിലും മുന്നേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.